ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നോക്കിയേ, ഇന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ആകാശമൊക്കെ ഒന്ന് ഇരുണ്ട് മൂടിക്കിടക്കുവാണ് കേട്ടോ. മഴയുടെ ലക്ഷണങ്ങളാണ്. നോക്കിയേ, ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന മുന്തിരിച്ചെടി കാറ്റത്തങ്ങനെ ഒലഞ്ഞ് ആടുന്നു കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ പറിക്കാറായി. അതിനകത്ത് ഞാൻ കഴിഞ്ഞ വർഷം അപ്പം ഉണ്ടാക്കി കാണിച്ചില്ലായിരുന്നോ? അതിനൊക്കെയുള്ള സമയമായി. കുറച്ചുകൂടെ വളരട്ടെന്നും കണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണേ. പിന്നെ ഇത് കണ്ടോ, ഇത് റാഗി ഇടിയപ്പമാണേ. ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത്. പക്ഷേങ്കിൽ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അതിനകത്ത് തേങ്ങ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ നല്ലതാണ്. ഇതിനെ ഞാൻ തിളച്ച വെള്ളത്തിൽ ഈ പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി, സ്വല്പം ഉപ്പും ഒരു 3-4 ഡ്രോപ്പ് എണ്ണയും കൂടി ഒഴിച്ചൊന്ന് ഇളക്കി നല്ല കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതിൽ നല്ലതായിട്ട് സോഫ്റ്റായിട്ടുണ്ടായി. ഇതിന് നല്ലൊരു കറിയും കൂട്ടി നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാമെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് ഫ്രഷ് തേങ്ങ ഇടണം കേട്ടോ. ഫ്രഷ് തേങ്ങ ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നോക്കി, നല്ല സോഫ്റ്റായത്, നല്ല സോഫ്റ്റാണ് കണ്ടോ. ഇതിനെ നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം അത് ചൂടാക്കി എടുത്ത് കഴിക്കാനും നല്ലതാണ്. നേരത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഒരു ഹാർഡായിട്ടായിരുന്നു വരുന്നത്. ഇതിൽ നിന്ന് പുതുതായിട്ട് ഞാൻ പരീക്ഷിച്ചതാണ്. ഇതെല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണല്ലോ റാഗി. നമ്മൾ ഈ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല റാഗിയും കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ, നല്ലതാണ്.